കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മലയാള മാധ്യമങ്ങളിൽ ഒരു അശ്ലീല കഥാപാത്രമായി നിരന്തരം പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. ഇടയ്ക്ക് കയറിയും മറ്റു വിഷയങ്ങൾ വരുമ്പോൾ ചെറുതായൊന്ന് പിന്മാറിയും പിന്നെയും മുൻപോട്ട് വന്നും ആ വാർത്തകൾ മലയാള മാധ്യമ രംഗത്തെ മലീമസമാക്കി കൊണ്ടിരിക്കുകയാണ്. വാർത്തകളും ചർച്ചകളും നിരന്തരം നടക്കുന്നുണ്ട് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ വിഷയത്തിലെ വ്യക്തമായ ഒരു പ്രതികരണം ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. പരാതികളെല്ലാം ചാനലുകളിൽ തെളിവുകളും ശബ്ദരേഖയും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളുമായി വന്നിരുന്നുവെങ്കിലും രാഹുൽ ഇതിനെക്കുറിച്ച് ഒന്നും പ്രതികരിക്കുവാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന് നൽകിയ ഒരു ദീർഘമായ അഭിമുഖത്തിലൂടെ ഈ വിഷയത്തിൽ തനിക്ക് പറയാനുള്ളതെല്ലാം രാഹുൽ വിശദീകരിക്കുകയാണ്. ഇന്റർവ്യൂ എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒന്നായിരുന്നു അതെന്ന് പറയാനാവില്ല. കാരണം രാഹുൽ നേരിടുന്ന പ്രധാന ആരോപണങ്ങളെക്കുറിച്ച് കാര്യമായിട്ടുള്ള ഇടപെടലുകൾ ഹാഷ്മി നടത്തിയില്ല. പകരം രാഹുലിന് കംഫർട്ടായി പറയാൻ സാധിക്കുന്ന വിഷയങ്ങളിലേക്ക് സംഭാഷണം രാഹുൽ വഴിതിരിച്ചു വിടുകയായിരുന്നു മിക്കപ്പോഴും ചെയ്തത്. ഒരുപക്ഷെ ആ നിബന്ധനയിലാവാം രാഹുൽ ഇന്റർവ്യൂവിന് സമ്മതിച്ചത് തന്നെ. എന്തൊക്കെയാണെങ്കിലും തന്റെ ഭാഗത്തു നിന്ന് ന്യായീകരിക്കാവുന്ന ലോജിക്കലായ പോയിന്റുകളെല്ലാം രാഹുൽ അഭിമുഖത്തിൽ മലയാളികൾക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. തന്റെ പേർക്ക് ഉയർന്നു വന്ന ആരോപണങ്ങളിൽ കേസായ 3 എണ്ണമാണ് പ്രധാനമായിട്ടും. അതിൽ ആദ്യത്തെ പരാതിയെക്കുറിച്ചും പരാതിക്കാരിയെക്കുറിച്ചും കാര്യമായിട്ടുള്ള പ്രതികരണങ്ങൾ രാഹുൽ നടത്തിയില്ല. എന്നാൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പരാതികൾ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുകയും ചെയ്തു. രണ്ടാമത്തെ പരാതിക്കാരി ഉന്നയിച്ച പ്രധാന ആരോപണം രാഹുലും സുഹൃത്തായി ഫെനി നൈനാനും ചേർന്ന് കാറിൽ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോയി ഒരു ഹോം സ്റ്റേയിൽ വെച്ച് ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കി എന്നതാണ്. എന്നാൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്ന് രാഹുൽ കൃത്യമായിട്ട് തന്നെ പറയുന്നു. മാത്രമല്ല ആ പരാതിക്കാരിയുമായിട്ട് ഒരു കാറിൽ ഒരിക്കൽ പോലും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുമില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. ആ പരാതിയിൽ പറയുന്ന പോലെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴും അവരുമായിട്ട് സൗഹൃദമോ അതിൽ കവിഞ്ഞ എന്തെങ്കിലും ബന്ധമോ ആ പരാതിയിൽ പറയുന്ന ഗർഭചിത്രമോ ഇല്ലെന്ന് പറയാനോ ഒന്ന് പരാമർശിക്കാൻ പോലുമോ രാഹുൽ തയ്യാറാവുന്നില്ല എന്നതും പ്രസക്തമാണ്. മൂന്നാമത്തെ പരാതിക്കാരിയുടെ കാര്യത്തിലും അവർ ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾക്ക് രാഹുൽ തന്റേതായിട്ടുള്ള ന്യായീകരണം നൽകുന്നുണ്ട്. ആ ചാറ്റിൽ 3 ബെഡ്റൂമുള്ള ഫ്ളാറ്റ് വേണമെന്ന് രാഹുൽ പറയുന്നത് വരെ മാത്രമേ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നുള്ളൂ. എന്നാൽ അതിന് താഴെയുള്ള ചാറ്റിൽ 3 ബെഡ്റൂമാണ് രാഹുലിന് നല്ലതെന്നും പിന്നീട് വിവാഹം കഴിഞ്ഞ് കുട്ടികളുമായിട്ട് ജീവിക്കുമ്പോൾ അതാണ് സൗകര്യമെന്നും അവർ മെസ്സേജ് ചെയ്തിട്ടുണ്ടെന്ന് രാഹുൽ പറയുന്നു. ആ ഭാഗം പുറത്തു വന്നാൽ വിവാഹ വാഗ്ദാനം എന്ന വാദം പൊളിഞ്ഞു പോകുമെന്നതിനാലാണ് അത് മറച്ചുവെച്ച് സെലക്റ്റീവായിട്ട് സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടതെന്നും രാഹുൽ ആരോപിക്കുന്നു. മാത്രമല്ല ആ ഫ്ളാറ്റ് ഈ യുവതി വാങ്ങി നൽകുന്നതല്ല, മറിച്ച് താൻ തന്റെ പേരിൽ ലോൺ എടുത്ത് വാങ്ങിയതാണെന്നും രാഹുൽ പറയുന്നുണ്ട്. മാത്രമല്ല കോടതി ജാമ്യം അനുവദിച്ച വിധിയിൽ പീഡനം നടന്നുവെന്ന് പറയുന്നതിന് ശേഷവും യുവതി രാഹുലുമായി സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ നടത്തിയത് പീഡനം എന്ന വാദത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്നുമാണ് രാഹുൽ വാദിക്കുന്നത്. അതിനെല്ലാം പുറമെ രാഹുലിനെതിരെ പരാതി ഉന്നയിച്ച കോൺഗ്രസ് നേതാവായ ഷഹനാസിന്റെ പ്രസ്താവനകളെയും രാഹുൽ ഖണ്ഡിക്കുന്നുണ്ട്. 2020 കർഷക സമര സമയത്താണ് രാഹുൽ ഷഹനാസിന് മോശം മെസ്സേജ് അയച്ചതെന്നാണ് ഷഹനാസ് പറഞ്ഞത്. എന്നാൽ അതിനുശേഷവും ആദ്യത്തെ പരാതിക്കാരി വന്നതിന് ശേഷം പോലും ഷഹനാസ് രാഹുലുമായിട്ട് നിരന്തരം സംസാരിക്കാറുണ്ടായിരുന്നുവെന്നും സൗഹൃദമുണ്ടായിരുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. തന്നെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കരുതെന്ന് ഷാഫിയോട് പറഞ്ഞിരുന്നുവെന്ന് ആരോപിച്ച ഷഹനാസ് താൻ യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആശംസകൾ വ്യക്തിപരമായി തന്നെ അറിയിച്ചിരുന്നുവെന്നും വിജയിച്ചതിനു ശേഷം ആശംസകൾ അറിയിച്ചിരുന്നുവെന്നും അതിനപ്പുറം പാലക്കാട് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനു മുൻപ് തന്നെ തന്നോട് അവിടെ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്നും രാഹുൽ പറയുന്നു. ഹണി ഭാസ്കറുമായി ബന്ധപ്പെട്ട വിഷയത്തിലും രാഹുൽ തന്റെ ഭാഗം വിശദമാക്കി. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം സിനിമാ താരമായ റിനിയുടെ ആരോപണങ്ങളെ കുറിച്ചായിരുന്നു. പരിചയപ്പെട്ട് ആദ്യ ദിവസം തന്നെ മോശമായി മെസ്സേജ് അയച്ചു എന്ന് പറയുന്ന റിനി തന്നെ എത്രയോ തവണ ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതിന്റെയും ഒരിക്കൽ റിനിയുടെ അമ്മയുമായി സംസാരിച്ചതിന്റെയും കാര്യം പറഞ്ഞുകൊണ്ട് റിനി തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരുടെ കയ്യിലെ ആയുധമായി മാറുകയായിരുന്നുവെന്നും രാഹുൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ തനിക്കെതിരെ ഉണ്ടായ നീക്കങ്ങളെ കുറിച്ചും സൂചിപ്പിച്ച രാഹുൽ തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയ സംഭവം പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്നും വ്യക്തമാക്കി. എന്നാൽ VD സതീശനോട് ഇത് സംബന്ധിച്ച് ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്നും തന്റെ ഭാഗം വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും രാഹുൽ പറഞ്ഞു. 1 മണിക്കൂർ നീണ്ട അഭിമുഖത്തിൽ രാഹുൽ തനിക്ക് പറയാനുള്ളതെല്ലാം വ്യക്തമായി തന്നെ വ്യക്തമാക്കി.
എന്നാൽ രാഹുലിനെ കുഴപ്പത്തിൽ ചാടിക്കുന്നതായ ഒരു ചോദ്യം പോലും ഹാഷ്മി ചോദിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. പ്രത്യേകിച്ചും 2 പരാതികളിലും ഉയർന്ന ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ. അതുപോലെ തന്റെ പേരിൽ വന്ന ശബ്ദരേഖകളും ചാറ്റുകളും ഒന്നും രാഹുൽ നിഷേധിച്ചിട്ടില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പ്രതികരണം രാഹുലിന്റെ വിമർശകരിൽ നിന്നും ഉണ്ടാവുമെന്നും അതിനുള്ള മറുപടിയുമായി രാഹുൽ വീണ്ടും വരുമെന്ന് തന്നെയാണ് ഈ അഭിമുഖത്തിൽ നിന്നും മനസ്സിലാവുന്നത്. കാത്തിരിക്കാം.